ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇപ്പം ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ബോച്ച എനിക്ക് ദൈവതുല്യനാണ് എന്ന തമ്പനയിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പം ഈ കാര്യം അണിറോസിന്റെ കാര്യത്തിൽ ബോച്ച കാണിച്ച കൃത്യമാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനെങ്കിലും, പക്ഷേ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടപ്പോഴും കുറച്ച് ക്ലാരിറ്റി കിട്ടി. അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഏകദേശം 17 മിനിറ്റിന് മുന്നേ ന്യൂസ് 18 വന്നൊരു ന്യൂസാണ്. അത് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എന്തായാലും പ്ലേ ചെയ്യാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിന്നാണ് വന്നേക്കുന്നത്. വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ്. കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി, എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്ത ഒരു വ്യക്തി. അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നിങ്ങൾ മീഡിയാസ് ഇന്ന് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തു. അത് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ത് കാരണമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലേ? ഇപ്പം തീർച്ചയായിട്ടും ഈ പുള്ളിക്കാരൻ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് എടുത്താൽ മതി. എൻ്റെ വല്യമ്മയ്ക്ക് ഞാൻ എല്ലാം ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചു. ഒരു നെഗറ്റീവ് ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ കാണും നമ്മുടെ ജനങ്ങളുടെ കാര്യം. 1000 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചീത്തക്കാര്യം ചെയ്തത് ചീത്ത തന്നെ, ഓക്കെ, ചെയ്തത് ചീത്തക്കാരൻ തന്നെയാണ്. പക്ഷെ എങ്കിലും ഇത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന ഭയങ്കര മോശമുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത്. കോടതി പറയുന്നത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. കോടതി നിയമം എന്ന് പറയുന്നതിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന സാധാരണഗതിയിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മീഡിയ ആണല്ലോ മൂവി. ഈ മൂവിയിൽ ഈ സിനിമാ നടന്മാർ അഭിനയിക്കുന്ന തിരക്കഥകൾ എഴുതി വെക്കുന്ന കാരണം ദ്വയാർത്ഥമുള്ളതല്ലേ? ഈ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണുന്നത് എത്രയോ കുടുംബങ്ങളില് മക്കൾ പറയുന്നില്ലേ എന്തുകൊണ്ട് ആ തിരക്കഥാകൃത്തിനെതിരെ, അഭിനയിക്കുന്ന ആ നടനെതിരെ, അല്ലെങ്കിൽ അത് സംവിധായകനെതിരെ ഇവിടെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടാകാം. ഇവിടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അദ്ദേഹം അത് പറയുന്ന സമയത്ത് കൈ നീട്ടി കറങ്ങി അടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലെ എല്ലാ തീർച്ചയായിട്ടും ആയിരിക്കാം. അതിനെക്കുറിച്ച് ആ വീഡിയോ ഉദ്ഘാടനത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. അതിനകത്ത് ഹണിറോസിന് യാതൊരു രീതി നെഗറ്റീവ് അടിക്കുന്നതായിട്ട് ആ വീഡിയോയ്ക്കകത്ത് കണ്ട വീഡിയോ കണ്ടവർക്ക് ഫീൽ ആവത്തില്ല. കഴുത്ത് കെട്ടി കൊടുക്കുന്നു, ഒക്കെ എല്ലാം കൊടുക്കുന്നു, ലാസ്റ്റ് ഉണ്ട് കേസ് കൊടുക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുമില്ല. ഹണിറോസ് കാണിച്ചത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നിയത്. കാരണം എന്തേലും ഒരു എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ അത് പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അത്രയും കാണുകയുള്ളൂ. ബോബി സാറ് വിളിച്ചു. ബോബി സാറിന്റെ ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, അദ്ദേഹം ഒരു സിനിമാ നടിയെ ഉപമിച്ചുകൊണ്ട് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്തി ദേവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുന്തി ദേവി തന്നെയാണ്. അത് എടുക്കുന്ന ഓരോ ആളുകളുടെ ആംഗിളാണ്. അത് കൃത്യമായി വിയോജിപ്പ് ആ നടി രേഖപ്പെടുത്തിയതാണ്. പക്ഷെ പിന്നീടും ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്ഥാപനവുമായി സഹകരിക്കാൻ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പക്ഷേ അടക്കം അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് സോഷ്യൽ മീഡിയാസ് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നോ? ഈ പറയുന്ന നടിയുടെ കയ്യിൽ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലോ. എന്നെ ഇതുപോലെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ നിരന്തരമായിട്ട് എന്നെ അവർക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ കൂട്ടിച്ച വായിക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം ഉൾപ്പെടെ ഉണ്ട് എന്ന് തന്നെയാണ്. ശക്തമായ ബോബി സാർ വരുന്നുണ്ടോ? ഇല്ല ആയിട്ടില്ല. അപ്പൊ ഞങ്ങളെ പുള്ളിക്കാരൻ പറഞ്ഞതല്ല 100% സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നിങ്ങളുടെ രീതി ചിന്തിച്ച് നോക്കുക. പക്ഷേ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വീഡിയോ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ബോച്ച് ചെയ്ത് തെറ്റാണെന്നൊക്കെ ഒരു ഹിന്ദിയിലും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. മാല കൊടുക്കുന്ന, മാല ഇടാൻ സമ്മതിക്കുന്ന, വിരലെ പിടിച്ച് കറക്കുന്ന അവിടുന്ന് ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കാണുന്നാലും മറ്റേ പുള്ളിക്കാരൻ കോമാർത്തരം കാണിക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ 1000 നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു 1-2 വരുന്നതിന്റെ 10 മോശങ്ങൾ പറ്റിപ്പോവായിരിക്കും ചിലപ്പോൾ. മേ ബി അത് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുന്ന പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തേർഡായിട്ട് പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്ന മാധ്യമങ്ങളുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുവാണ്, റിപ്പോർട്ടർ ചാനല് ബോച്ചയെക്കുറിച്ച് കുറ്റം പറയുമ്പോഴും ബോച്ചയുടെ ആർട്ട് പ്ലേ ആയിട്ടാണ് പറയുന്നത് ഓർക്കുമ്പോൾ സഹതാപമുണ്ട്. അപ്പം കാര്യം അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബോച്ചെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഹണിറോസിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഒന്നുമല്ല. ഹണിറോസ് നല്ല ചെയ്യണം, നല്ലതെന്ന് പറയണം. പക്ഷേ ഹണിറോസ് നന്നാവണമെന്ന് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ തോന്നൽ ഹണിറോസ് ഉൾക്കൊള്ളണം അങ്ങനല്ല. എൻ്റെ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണം, നന്നാക്കാൻ മര്യാദയൊക്കെ കാണുന്നത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
ഇല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ എടുത്ത് വാരും. 1000 കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് കഷ്ടി ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ സംശയമാണ്. ഓക്കെ ഗൈസ്.